ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ പുറത്തേക്ക് വന്ന് ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മളെല്ലാവരും കൂടി പുറത്ത് വന്നു. നമ്മൾ കന്യാകുമാരി, വിവേകാനന്ദ പാറയും പിന്നെ വേറെ എവിടെയെങ്കിലും പാലസാണ് നോക്കുന്നത്. 10 വരെ കയറും, ടൈം ശരിയാവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ബാക്കി വീഡിയോസ് പിന്നെ കാണാം. Just imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling at. ശുചീന്ദ്രത്തിൽ നമ്മൾ ട്രിവാൻഡ്രം പാലസ്, പത്മനാഭപുരം പാലസ്. അതിന് ടൈമായി 1 മണിയായി. 1 മണിക്കൂർ വേണം അവിടെ എത്താൻ. അപ്പോൾ നമ്മളെത്തുമ്പോൾ 1:30 ആവും. അങ്ങനെ നമ്മൾ ഉദയഗിരി ഫോർട്ടിലേക്ക് എത്തി അല്ലേ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ മാറ്റി. അത് ഉദയഗിരി ഫോർട്ട് കാണാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബാക്കി പിന്നെ കാണിക്കാം. നമ്മളിവിടെ വരുമ്പോൾ അടുത്തൂടെ തന്നെ കുരങ്ങന്മാരിങ്ങനെ പൊക്കോടി. അവിടെ ഇങ്ങനെ ലവ് ബേർഡ്സ് ഉണ്ട്, മുയലുണ്ട്. But it sounds like you're envisioning an instrumental piece that truly captures a calm. Beachy ambience, since this one's not about lyrics, I'd suggest imagining soft finger picking on a sun-soaked guitar. Occasional melodic bends reminiscent of waves rolling ash, rolling ashore. A subtle pock of beat could mimic the rhythm of distant. പനങ്കൊല പോലത്തെ മുടി എന്നൊക്കെ പറയണ. അതാണ് ഈ പനങ്കൊല അല്ലേ? ഓക്കേ. കെട്ടിയിട്ട് തുമ്പടി അതിനുള്ള ആ ചാറ് വരില്ലേ, അതാണ് കള്ള്. പനങ്കള്ളല്ലേ? കഴിക്കാൻ കൊള്ളില്ല, ചെത്താൻ. If you ever feel like pairing lyrics with that vibe, I'm here. കുറച്ച് I'm all about words, but it sounds like you're envisioning an instrumental piece that truly captures a calm. അങ്ങനെ പാർക്കിൽ കുറച്ചു നേരം കളിച്ചിട്ട് നമ്മൾ ബാക്കി കാണാൻ പോകുന്നു. മല കണ്ടോ? ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ അത്ര രസമായിട്ട് തോന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ സെറ്റാ. അടിപൊളി. ആദ്യമായിട്ട് നമ്മളിങ്ങനെ
മോളും മരുമോനും. ആ അതെ, പിന്നെ ആദ്യമായിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്. ഇനി അങ്ങോട്ട് സ്ഥലമുണ്ട്, അപ്പോൾ നമ്മൾ സ്ഥലം കാണാൻ പോകുന്നു. To tell its own serene story, simple, tranquil. ഗായ്സ്, അങ്ങനെ നമ്മൾ കാണാൻ വന്ന കോട്ട ഇതാണ്, ഫോർട്ട്. ഇതിനെയാണ് ആ കോട്ട. നമ്മൾ പേരെന്താ, ശിവഗിരിയാ, നീലഗിരിയാ? ആ, ഉദയഗിരി. ഉദയഗിരി കോട്ട ഇതാണ് കോട്ട. ഇതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഉദയഗിരി ഫോർട്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പാലസിലേക്ക് പോവാണ്. ബാക്കി വീഡിയോസ് അവിടെ പോയിട്ട് ഓക്കെ. പാലസിലേക്ക് എത്തി. അവിടെ നമുക്കൊരു ഗൈഡിനെ തന്നു. ആ ഗൈഡ് നമുക്കപ്പോൾ പറഞ്ഞു തരുമല്ലോ. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നൈസാണ്, നല്ല രസമുണ്ട്, എനിക്കിഷ്ടമാണ് പേഴ്സണലി. ഗായ്സ്, അങ്ങനെ നമ്മൾ പത്മനാഭപുരം പാലസ് കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, എല്ലാം നല്ലപോലെ പറഞ്ഞു. നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു, അപ്പൊ നന്നായിട്ട് പറഞ്ഞു, നമുക്കെല്ലാം മനസ്സിലായി. ഭയങ്കര ഈ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല രസമായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. കാലുവേദനയ്ക്ക് ഒരുപാട് നടക്കും, പക്ഷെ അത്രയും മടുപ്പ് തോന്നില്ല. കഥയൊക്കെ കേൾക്കുമ്പോൾ പടിയും സ്റ്റെപ്പും ഒക്കെ ഒരുപാടുണ്ട്. വരാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുക. വെറുതെ കയറി കണ്ടിട്ട് കാര്യമില്ല, കാര്യങ്ങൾ അറിയാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗൈഡിനെയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് കുറച്ച് ബെനിഫിഷ്യലായിട്ട് തോന്നി. നമ്മൾ അടുത്ത കന്യാകുമാരി പോവാണ്. പോണ വഴിക്ക് നമ്മളൊരു കരിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. To tell its own serene story, simple, tranquil, flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. സണ്ണും നമ്മളെ ചതിച്ചു. സണ്ണ് പാതി വന്നിട്ട്, പാതിയിൽ കൂടി മുക്കാഭാഗം വന്നിട്ട് ബാക്കി മേഘത്തിനിടയിലേക്ക് പോയി. അപ്പോൾ അതും പറ്റിയില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അച്ഛനമ്മയും ഇവിടെ വണ്ടിയുടെ അവിടെ ഉണ്ട്. ചേച്ചി ചേട്ടനും വന്നവൻ. It's all about today. Bye. Beachy ambience.